ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചപ്പാത്തി സീഡ് റോളാണ്. അതിനുള്ള ഫില്ലിങ്ങിനായി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂ നട്ട് ഒന്ന് വറുത്തെടുക്കാം. അതിലേക്ക് കുറച്ച് മുന്തിരിങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട്. മുന്തിരിങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിലേക്ക് കുറച്ച് തേങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട്. തേങ്ങ നമുക്ക് ഇതിലിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഏത്തപ്പഴം ചെറുതായി കട്ട് ചെയ്തത് അരിഞ്ഞിട്ട് കൊടുക്കാം. ഏത്തപ്പഴം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് അല്പം ഏലക്കാപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ഇത് വളരെ കനം കുറച്ചാണ് ഞാൻ പരത്തിയെടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഇത് ഒരു സൈഡ് ഇട്ട് കൊടുത്ത ചെറിയ കുമിളകൾ വരുമ്പോൾ മറു സൈഡ് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലും ചെറിയ കുമിളകൾ വരുമ്പോൾ നമുക്ക് അത് എടുക്കാവുന്നതാണ്. ഇവിടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് ഇതുപോലെ നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഇന്ന് രാവിലെ എനിക്ക് ചപ്പാത്തിയും മുട്ടക്കറിയും ആയിരുന്നു. ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം കുട്ടികൾക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഈ ഒരു ഫില്ലിംഗ് മാത്രം തയ്യാറാക്കിയാൽ മതി. സ്നാക്ക് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാവുന്നതാണ്. ഇതുപോലെ മടക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് വളരെ സ്വാദിഷ്ടമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കുട്ടികൾക്കിത് വളരെ ഇഷ്ടപ്പെടും, മധുരമുള്ളതുകൊണ്ട്. ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ലിങ്കിൽ കൊടുത്തിരിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങളത് കാണുക. ഇനി ഒരു പാനിലേക്ക് അല്പം നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ചപ്പാത്തി റോൾ നമുക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് നെയ്യ് മാത്രമേ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇത് ഒരു സൈഡ് നല്ലതുപോലെ മൂപ്പിച്ച് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ലോയിലായിരിക്കണം, ഇല്ലെങ്കിൽ ഇത് ഇട്ട പാടെ തന്നെ കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ പുറത്ത് അല്പം നെയ്യൊന്ന് തടവി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിനൊരു അല്പ സമയം മതി, കൂടുതൽ സമയമൊന്നും വേണ്ട. ഇവിടെ സീഡ് റോൾ റെഡിയായിട്ടുണ്ട്. ചപ്പാത്തി സീഡ് റോൾ റെഡിയായിട്ടുണ്ട്. Thank you.